പന്നിയങ്കര ടോൾ വിഷയത്തിൽ തൽസ്ഥിതി ഒരു മാസം വരെ തുടരാൻ തീരുമാനം. വടക്കഞ്ചേരിയിൽ പി സുമോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത്. പ്രദേശവാസികൾക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ സൗജന്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഡിസംബർ 5 മുതൽ പ്രദേശവാസികളിൽ നിന്ന് പണം പിരിക്കുമെന്ന് ടോൾ കമ്പനി വ്യക്തമാക്കി. ഇതിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് കമ്പനി തീരുമാനം മാറ്റിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ടോൾ പിരിക്കാൻ കമ്പനി നീക്കം നടത്തിയതോടെയാണ് തരൂർ MLA പി സുമോദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ചർച്ച നടത്തിയത്. ചർച്ചയിൽ ടോൾ കമ്പനി 5 കിലോമീറ്റർ സൗജന്യം അനുവദിക്കാമെന്നും ബാക്കിയുള്ള പ്രദേശവാസികൾക്ക് മാസപാസ് എന്ന വ്യവസ്ഥയിൽ തുടരാമെന്നും അറിയിച്ചെങ്കിലും പ്രദേശവാസികൾ ഇതിന് തയ്യാറായില്ല. തുടർന്നാണ് 5 പഞ്ചായത്തുകളിലെ 4 ചക്രവാഹനങ്ങളുടെ കണക്കെടുക്കാനും പിന്നീട് MP ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ അടുത്ത മാസം 5-നകം ചർച്ച നടത്താനും തീരുമാനിച്ചത്. ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് MLA പി സുമോദ് പറഞ്ഞു. അതായത് ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിലായി ട്രാഫിക് ഡെൻസിറ്റി എത്ര വാഹനങ്ങളാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ടോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത് എന്ന നിലയിലുള്ള പ്രാദേശികമായ ട്രാഫിക് ഡെൻസിറ്റി 30-ാം തീയതി വരെ എടുക്കാനും തീരുമാനിച്ചു. ഫെബ്രുവരി 5-നുള്ളിൽ സ്ഥലം MP കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ K രാധാകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ഒരു തവണ കൂടി യോഗം ചേർന്ന് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാവശ്യമായ എല്ലാ ശ്രമങ്ങളും ജനപ്രതിനിധി എന്ന രൂപത്തിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ജനുവരി 30-നകം വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ കണക്കെടുക്കും. ഇതിനുശേഷമായിരിക്കും ടോൾ നൽകുന്നതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാവുക. കൈരളി ന്യൂസ്, പാലക്കാട്.